നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് കാന്തല്ലൂരാണ്. നിൽക്കുന്ന പ്രോപ്പർട്ടി മൗണ്ടൻ ക്ലിഫ്. നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ട് പയ്യേ നടന്ന് എല്ലാം ഒന്ന് കാണാം. അതിന് ചുറ്റും ഒന്ന് നോക്കിക്കേ, ഒരു 4 മണി ഫീൽ. അതൊന്ന് എൻജോയ് ചെയ്തേ, ഒരു ചായ കുടിച്ച്. എന്താ അല്ലേ നമുക്ക് നടന്ന് തിന്നുണ്ട് കാഴ്ചകൾ കണ്ടിട്ട് നടക്കാം. ഇത് കുഞ്ഞ് ഇവിടെ ചെളിയും കാര്യങ്ങളൊന്നുമില്ല. എന്താ പറയാ, ഇങ്ങനെ വെറും കാലിന് ഈ കുഞ്ഞിലെ പുല്ലിൻ്റെ മുകളിലൂടെ നടക്കുന്ന ഒരു ഫീൽസ്. പിന്നെ പേരറിയാത്ത കുറേ ഫ്രൂട്ട്സ് ഉണ്ട്. അതെന്തൊക്കെയെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരെണ്ണം കാരക്ക, നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന കാരക്കില്ലേ, അതേപോലെ നിറച്ച് കാഴ്ച കിടക്കുന്ന ചെടിയുണ്ട്. പക്ഷെ അതെന്താന്ന് എനിക്കൊരു പിടുത്തം കിട്ടില്ല. പിന്നെ ഇതുവരെ ഇവിടെ പൂത്തിപ്പുണ്ട്. ഇത് നല്ല രസമാണ്. ഒരു മഞ്ഞൊക്കെ ഡിസംബറിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നല്ല യെല്ലോ കളറിലെ സാരി, ബ്ലൂ കളറിലെ സാരി, എന്താ പറയുക, റെഡ് കളറിലെ സാരി, പിന്നെ ഡ്രസ്സുകൾ. ഞാൻ പറഞ്ഞ ഫോട്ടോഷൂട്ടിൻ്റെ കാര്യം കേട്ടാ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അമ്മ എന്താ പറയാ, ഒരു സെക്കൻഡ് വേസ്റ്റ് ആവില്ല. ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേ ചെയ്യാനുള്ള സ്ഥലം അത് കാണിച്ചു തരാം. എൻ്റെ പുറകെ ക്യാമറമാൻ ഓടുക. ഈ ഒരു കോട്ടേജിൻ്റെ ഉള്ളിൽ 20 പേർക്കെങ്കിലും, 20 ഒന്നും ഒരുമയുണ്ടെങ്കിൽ കൂടുതൽ പേർക്ക് കിടക്കാം. കാരണം ഞാൻ അവിടെ കിടന്നേ. ബാ, നിങ്ങൾക്കുള്ള റൂം കാണിച്ചു തരണേ. പോയി ഈ മരം ഒന്നും പിഴുതുകളയാൻ പറഞ്ഞേക്കരുത്, അതൊരു ഭംഗിയാണ്. പോട്ടെ. ഇതാണ് എനിക്ക് മുണ്ട കൊടുത്താലുള്ളത്. ജാങ്കോ നീ പെട്ടു ബാ. ഒരാൾക്ക് ഇതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. കൂടുതൽ ശല്യക്കാരായ ആൾക്കാരെ പിറക്കിടാനുള്ള സ്ഥലമാണ്. പുറമൊക്കെ കണ്ട്, പുറലൊക്കെ കണ്ട്, പിന്നെ രാത്രി മുഴുവൻ സ്വറ പറഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് അവിടുത്തെ സ്വിച്ച് ബോർഡായിരുന്നു. രാത്രി സ്വറ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ പ്രത്യേകത. സൂപ്പറല്ലേ? കള്ളുടിച്ച് കൊണ്ടുവച്ച് താഴത്തേക്ക് വീഴും, അത് മാത്രമേ പറയാനുള്ളൂ. ഇവിടെ നിന്നാൽ ഫുൾ ഏരിയ കാണാം. ഇവിടെ നിന്ന് പൂള് കാണാം, എല്ലാ കോട്ടേജും കാണാം. എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലമാണ് താഴത്ത് ക്യാമ്പ് ഫയർ, തൊട്ടപ്പുറത്ത് പൂള്. വായി നോക്കാം, തല്ല് വാങ്ങരുത്, അത്രേ ഉള്ളൂ. രാത്രി ആകുമ്പോൾ തെളിഞ്ഞ ആകാശം, നക്ഷത്രങ്ങളെ കണ്ട് ഇങ്ങനെ ഇരിക്കാം. വേറെ വൈബാണ് ട്ടാ.